ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാന്റെ ലക്ഷറി ബ്രാൻഡാണ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ QX50 എന്ന ക്രോസ് ഓവർ വാഹനമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗൾഫ് ട്രാക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കടഞ്ഞെടുത്ത കനകസിംഹാസനം പോലെ മനോഹരമാണ് ഇൻഫിനിറ്റി QX50 എന്ന കോമ്പാക്ട് SUV. രൂപത്തിലും ഭാവത്തിലും താനൊരു ഒന്നാന്തരം ലക്ഷറി വാഹനം ആണെന്ന മുന്നറിയിപ്പാണ് മുൻഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മനോഹരമായി കടഞ്ഞെടുത്ത ബോണറ്റും എയർ ഡാമിനെ മറയ്ക്കുന്ന കറുത്ത ഗ്രില്ലുകളും അതിന് ചുറ്റും നൽകിയിരിക്കുന്ന ക്രോം ഫിനിഷുള്ള ക്ലാഡിങ്ങും വാഹനത്തെ മനോഹരമാക്കുന്നു. ഒരു ക്ലാസിക്കൽ നർത്തകിയുടെ കണ്ണുകൾ എന്ന് തോന്നിപ്പിക്കുന്ന LED ഹെഡ്ലൈറ്റുകൾ മുൻഭാഗത്തെ സൗന്ദര്യം എടുത്തറിയിക്കാൻ സഹായിക്കുന്നുണ്ട്. വശങ്ങളിലെ എയറോഡൈനാമിക് പവർ ലൈനുകൾ വ്യക്തവും ശക്തവുമായി നമുക്ക് ഡോറുകളിൽ കാണാൻ സാധിക്കും. 19 ഇഞ്ച് വലിപ്പമുള്ള അലോയ്സ് വീലുകളാണ് നൽകിയിരിക്കുന്നത്. ഡോർ ഹാൻഡിലുകളിൽ ക്രോം ഫിനിഷും നൽകുന്നുണ്ട്. മുൻഭാഗത്തെക്കാളും അതിമനോഹരമായാണ് വാഹനത്തിന്റെ ടെയിൽ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുൻവശത്തെ ഹെഡ് ലാമ്പിന് സമാനമായി തന്നെയാണ് ടെയിൽ ലാമ്പുകൾ നൽകിയിരിക്കുന്നത്. ടെയിൽ ഗേറ്റുകളിൽ ക്രോം ഫിനിഷും മധ്യത്തായി ഇൻഫിനിറ്റി ലോഗോയും കാണാം. ലോവർ ബമ്പറുകളിൽ പരിഷ്കാരത്തിന്റെ അടയാളമായ അലുമിനിയം ക്ലാഡിങ്ങും നൽകിയിട്ടുണ്ട്. മനോഹരമായി കറുത്ത നിറത്തിലാണ് ഉൾവശം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കറുത്ത നിറത്തിലുള്ള ലെതർ സീറ്റുകൾ മനോഹരമായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡുകളിലും ലെതർ സ്റ്റിച്ചിങ് നൽകിയിരിക്കുന്നത് വാഹനത്തെ ലക്ഷറി നിലവാരം നൽകുന്നുണ്ട്. പെയിന്റഡ് അലുമിനിയം ട്രിമ്മുകൾ വാഹനത്തിന്റെ ഡാഷ്ബോർഡിനെ മനോഹരമാക്കുന്നു. ഡാഷ്ബോർഡിന്റെ നടുവിലായി ഡ്യുവൽ ടച്ച് സ്ക്രീനുകളും വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകളും വാഹനത്തിന്റെ മ്യൂസിക് പ്ലേ ബട്ടണുകളും കാണാൻ സാധിക്കും. എനിക്ക് ഈ വാഹനത്തിന്റെ ഉൾവശത്തിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്തിരി കുഞ്ഞൻ ഗിയർ നോബാണ്. കൂടാതെ ഡ്രൈവർക്ക് നൽകിയിരിക്കുന്ന ഹാൻഡ് റെസ്റ്റുകൾ ഗിയർ പ്ലാറ്റ്ഫോമിന് ചേർന്ന് ഉയർന്നു നിൽക്കുന്നത് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഹനത്തിന്റെ പവർ ബ്രേക്ക് ബട്ടണും പുഷ് സ്റ്റാർട്ട് ബട്ടണും ഗിയർ പ്ലാറ്റ്ഫോമിൽ കാണാം. കറുത്ത നിറത്തിൽ ലെതർ ഫിനിഷോട് കൂടി ഒരു മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ മാനുവലായി ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. മികച്ച സീറ്റുകളും ഹാൻഡ് റെസ്റ്റുകളും കപ്പ് ഹോൾഡേഴ്സും നൽകി പിൻഭാഗത്തെ യാത്രക്കാരെ ഒട്ടും പിണക്കാതെ തന്നെയാണ് ഇൻഫിനിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഫിനിറ്റിയുടെ വാഹനങ്ങൾ ഓടിച്ചിട്ട് അതൊരു മോശം വാഹനമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും QX50 എന്ന ഈ ഒരു ക്രോസ് ഓവർ വാഹനം വളരെ മികച്ച ഒരു ഡ്രൈവിംഗ് ക്വാളിറ്റിയാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു വാഹനത്തിന് 2 ലിറ്റർ വേരിയബിൾ ടർബോ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. 5600 RPM 268 bhp പവറും 4400 RPM 380 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. സേഫ്റ്റിയുടെ കാര്യത്തിലും ഈ വാഹനം ഒട്ടും പുറകിലല്ല. ABS സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ബ്ലൈൻഡ് സ്പോട്ടുകൾ വന്നിട്ടുണ്ട്, എയർ ബാഗ്സുകൾ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഒക്കെ എയർ ബാഗ്സുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സേഫ്റ്റി ഫീച്ചറുകളും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് 4 മോഡുകൾ നൽകിയിട്ടുണ്ട്. ആ മോഡുകൾ ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ ഈ വാഹനത്തിന്റെ നമ്മുടെ ഹാൻഡ് റെസ്റ്റിന്റെ തൊട്ട് താഴെ തന്നെ ഇരിപ്പുണ്ട്. ഒരു ചെറിയൊരു ബട്ടണാണ്. അതിൽ പേഴ്സണൽ മോഡ്, സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്, അങ്ങനെ 4 മോഡുകളുണ്ട്. ഇതിൽ മോഡുകൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാഹനം ആ രീതിയിൽ പ്രിപ്പയർ ആവും. ഇപ്പോൾ നമ്മൾ എക്കോ മോഡിലാണ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവലൊക്കെ കുറച്ച് കുറയും, പക്ഷേ പവറിൽ കുറച്ച് നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കും.
ഇൻഫിനിറ്റി QX50യുടെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്തൊരു കിടിലം എപ്പിസോഡുമായിട്ട് ഉടനെ ഞാൻ എത്തും. See you, bye bye, thank you very much.